മുഹിയുദ്ദീൻ മാലയുടെ പഴക്കം എത്രയാ സുഹൃത്തുക്കളെ? 400-ാം വാർഷികം കഴിഞ്ഞിട്ടുള്ളൂ. 400 കൊല്ലമായിട്ടുള്ളൂ. മുഹിയുദ്ദീൻ മാല എഴുതിയ വ്യക്തി ജനിക്കുന്നത് ഹിജ്റ 1100-ലാണ്. കുത്തുബിയ്യത്ത് എഴുതുന്ന മനുഷ്യന്റെ അവസ്ഥ ആലോചിച്ച് 300 കൊല്ലം പഴക്കമുള്ളൂ. ഹദ്ദാദിന്റെ പഴക്കം എത്രയാ? 700 കൊല്ലമുള്ളൂ. നബിദിനാഘോഷം തുടങ്ങിയിട്ട് 800 കൊല്ലമായിട്ടുള്ളൂ. അള്ളാന്റെ കലാം സുന്നത്തായ ഹദീസുകൾ നമ്മുടെ മുമ്പിലേക്ക് തന്ന് 1400 കൊല്ലം കഴിഞ്ഞു. ആ പഴയതായ ഏറ്റവും സുവ്യക്തമായ വഹീന്റെ കിതാബ് നമ്മളോട് പറയാണ്, അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിനോടും ഒരു ശക്തിനോടും നിങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങളൊരു മഖബറയിലേക്ക് പോണ്ട, ഒരു ദർഗയും നിങ്ങൾ തേടണ്ട, ഒരു ഏലസും നിങ്ങൾ കെട്ടണ്ട, ഒരു ചരടിനും നിങ്ങളെ രക്ഷിക്കാൻ കഴിയൂല. ഖുർആൻ പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ ആയത്ത് 46-ാമത്തെ അധ്യായമാണ്. വമൻ അദല്ലു, ഏറ്റവും വഴിപിഴച്ചവൻ ആരുണ്ട്? നമ്മൾ ഇതെല്ലാം പറയുമ്പോൾ ജനങ്ങൾ പറയും നിങ്ങൾ പിഴച്ചവരാണ്, നിങ്ങൾ പുത്തൻവാദികളാണ്. എന്നാൽ ഖുർആൻ പറയുന്നു വമൻ അദല്ലു, ഏറ്റവും പിഴച്ചവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ, അള്ളാഹുവിന് പുറമെ ആരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരുണ്ട്? ഇല്ല എന്നതിൻ്റെ അർത്ഥം. മൻ ഒരുത്തനെ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെയും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിവില്ലാത്ത, ഖിയാമത്ത് നാൾ വരെയും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിവില്ലാത്ത ആളുകളെ എന്തിനാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവർ നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ട് അശ്രദ്ധയിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയെ തൊട്ട് അവർ അശ്രദ്ധയിലാണ്.